വാർത്തകളിലേക്ക്. കാസർഗോഡ് പൈവെളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും യുവാവും മരിച്ച നിലയിൽ. വീടിനടുത്തുള്ള ഗ്രൗണ്ടിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫെ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? എങ്ങനെ പുരോഗമിക്കുന്നു? കാളിദാസ്, ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പോലീസ് അപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ മാസം 12-നാണ് ഇരുവരെയും കാണാതായത്. പൈവാളിക സ്വദേശിയായിട്ടുള്ള 15 വയസ്സുകാരി ശ്രേയ, അയൽവാസിയായിട്ടുള്ള പ്രദീപ്, 42 വയസ്സാണ് പ്രായം. ഇരുവരെയും ആണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം 12-നാണ് ഇരുവരെയും വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. അതിനുശേഷം ഇവർക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിലായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലും നടത്തി വന്നത്. അതിനുശേഷമാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇരുവരെയും കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടി 15 വയസ്സാണ് പ്രായം. ഇവർ കാണാതായ ദിവസം തന്നെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് കാണാതായ ദിവസം തന്നെ ഇത്തരത്തിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. മാത്രമല്ല, പോലീസ് നടത്തിയ പരിശോധനയിൽ കത്തികളും ചോക്ലേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. മറ്റെന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താനാകുമോ എന്നൊരു പ്രതീക്ഷ പോലീസും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെയും നാട്ടുകാരുടെയും 7ഓളം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിലാണ് ഇരുവരെയും കണ്ടെത്താനായത്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജോസഫെ, 26 ദിവസമായി ഈ 15-കാരിയെയും അതേപോലെ തന്നെ ഈ യുവാവിനെയും കാണാതായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടെത്തിയത് സമീപത്തുള്ള, പറയുകയാണെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിനടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്നും ഈ മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് നേരത്തെ തന്നെ ഇവരെ കണ്ടെത്താനായില്ല? പോലീസിന്റെ ഭാഗത്തുനിന്നും എന്താണ് നടപടികളൊന്നും അതിനെ സംബന്ധിച്ച് എടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടോ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മാസം 12-നാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി ഇരുവരെയും കാണാതാവുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഈ ഫോൺ കേന്ദ്രീകരിച്ച് പലതവണ വിളിച്ചു നോക്കിയിരുന്നു. 8 മണി വരെ ഫോൺ റിങ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവരുടെ ഫോൺ റിങ് ചെയ്തിരുന്നില്ല. ഇവർ കർണാടകത്തിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഈ ആദ്യഘട്ടത്തിൽ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും വിശ്വസിച്ചത്. പക്ഷേ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഇവരെ കണ്ടെത്താനായില്ല. ഈ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപകമായ തെരച്ചിലാണ് ഇവർക്ക് വേണ്ടി നടത്തി വന്നിരുന്നത്. ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളെ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ എന്ന തരത്തിലൊക്കെ പോലീസ് അന്വേഷണം നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവർ മറ്റെങ്ങോട്ടും കടന്നു കളഞ്ഞിട്ടില്ല, ഇവർ മരിച്ചിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ആ ഘട്ടത്തിൽ പോലീസ് ഈ അവസാനം ടവർ ലൊക്കേഷൻ ലഭിച്ച ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് വരെ പരിശോധന നടത്തിയതാണ്. ഇതൊരു 100 ഏക്കറോളം വരുന്ന ഒരു കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു ചെങ്കൽ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. വനത്തേക്കാൾ പ്രയാസമാണ് ഇത്തരത്തിൽ ഇതുപോലെയുള്ള ചെങ്കൽ കാടുകളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നാട്ടുകാർ തന്നെ പറയുന്നത്. ഈ നാട്ടുകാർ മറ്റൊരു തരത്തിൽ, അതായത് ഇവർ നാട് വിട്ടു പോയിട്ടുണ്ടാകാമെന്നൊരു സൂചന നൽകുമ്പോഴും ഇത് തള്ളിക്കളയുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങൾ എടുത്തു എന്നുള്ളത് വലിയ വീഴ്ചയായി തന്നെയാണ് ജനപ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. ഈ മരണവുമായി ഈ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് AK മഷറഫ് അടക്കമുള്ള MLA മാർ പലപ്പോഴും ഈ വീട്ടിലെത്തിയ ആശങ്കകൾ കേൾക്കുകയൊക്കെ ചെയ്താണ്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒളിച്ചോട്ടമായിരിക്കുമെന്നൊരു സൂചനയാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഈ MLA-യോടക്കം സൂചിപ്പിച്ചത്. പക്ഷേ തെരച്ചിൽ കാര്യക്ഷമമാക്കണം, എത്രയും വേഗം കുട്ടീനെ കണ്ടെത്തണമെന്നൊരു ആവശ്യം ജനപ്രതിനിധികൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. എന്തായാലും ഈ 26-ാം ദിവസം ഇവരെ കണ്ടെത്താനായിട്ടുണ്ട്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. സമീപത്ത് നിന്ന് ഒരു കത്തിയും അതുപോലെ തന്നെ ചോക്ലേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദീപ് 42 വയസ്സുകാരനാണ്, അയൽവാസിയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ്. മറ്റു വാഹനങ്ങളും, അതായത് ടാക്സിക്ക് ഓടുന്ന മറ്റ് 2-3 കാറുകളും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ഇത്തരത്തിലാണ് ഈ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. ഈ പെൺകുട്ടിയുടെ പേര് ശ്രേയ എന്നാണ് പേര്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇവർ ഈ യുവാവുമായി ഒരു സൗഹൃദം
ഉണ്ടായിരുന്നു എന്നാണ് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടത് ഈ തിരോധാനവുമായി അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടത് ഇനി പോലീസാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് പോലീസ് ഇപ്പോഴും പരിശോധന നടത്തി വരികയാണ്. പിതാവിനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പെൺകുട്ടിക്ക് കുടുംബവുമായി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് എന്നാണ് ഇത്തരത്തിൽ പിതാവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 26-ാം ദിവസം ഇവരെ കണ്ടെത്തിയിരിക്കുന്നു. ഈ കാണാതായ ദിവസം തന്നെയാണ് ഇവർ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ കാണാതായ ദിവസം പെൺകുട്ടി ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം ഇനി തെളിയേണ്ടതുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ ഉള്ള കാര്യകാരണങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഏഴോടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത്. പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു ഇത്തരത്തിൽ ഇത് മരണത്തിൽ ചെന്ന് കലാശിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയത്. 100 ഏക്കർ സ്ഥലത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ആ തീരുമാനം കൃത്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ വലിയ ആരോപണങ്ങളൊന്നും ഉയർന്നു കേൾക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന് സാധ്യമായതെല്ലാം ചെയ്തു. പക്ഷെ സാധ്യതകൾ, അതായത് നാട്ടുകാർ പറയുന്ന സാധ്യതകൾക്കനുസരിച്ചും ബന്ധുക്കൾ പറയുന്ന സാധ്യതകൾക്കനുസരിച്ചുമായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ നീങ്ങിയിരുന്നത്. പിന്നീടാണ് പോലീസിന് ഇത്തരത്തിൽ ഇവർ ഈ നാട് വിട്ടു പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. ഈ പൈവാളിക എന്ന് പറയുന്ന പ്രദേശം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. മാത്രവുമല്ല ഇത് കർണാടകയോട് ചേർന്ന അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചോട്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ കർണാടകത്തിലേക്ക് കടക്കുകയാണ് സാധാരണയുള്ളത്. അത് ആവർത്തിക്കപ്പെടുമെന്നാണ് ഇവരും കരുതിയിട്ടുണ്ടായിരുന്നത്. പോലീസിനും ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ എവിടെയും കണ്ടെത്താനാവാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ മരിച്ചിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും വീടിന് സമീപത്തോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇവരെ ഇവരെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ രക്ഷിതാക്കളാണ് ഇത്തരത്തിൽ ഹേബിയസ് കോർപ്പസുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാളിദാസ്. ജോസഫെ, ഈ കാണാതായ ദിവസം തന്നെ, അതായത് ഇപ്പോഴത്തെ നിലവിലെ ഒരു നിഗമനം അനുസരിച്ച് കാണാതായ ദിവസം പെൺകുട്ടി ധരിച്ച വസ്ത്രം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹത്തിലും ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും പ്രദേശവാസികൾക്ക് പോലും ഒരു സൂചന ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഇതിൻ്റെ അകത്തുണ്ടല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ കാണാതായ ദിവസം തന്നെ മരിച്ചിട്ടുണ്ടെങ്കിൽ 26 ദിവസമായി ആ മൃതദേഹം അങ്ങനെ ആ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും പ്രദേശവാസികൾക്ക് പോലും ഒരു സൂചന ലഭിച്ചില്ല എന്നുള്ളതും കൂടി ഈ ഒരു സംഭവത്തിൽ പറയേണ്ടതുണ്ടല്ലേ? കാളിദാസ്, തീർച്ചയായിട്ടും. അതായത് ഈ 12-ാം തീയതി കുട്ടീനെ 3 മണിയോടുകൂടിയാണ് കാണാതാകുന്നത്. ആ സമയത്ത് ഇവർ വ്യാപകമായ രീതിയിൽ ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നു. രാവിലെ 8 മണി വരെ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് 72 തവണയോളം രക്ഷിതാക്കൾ പലപ്പോഴായി വിളിച്ചതാണ്. അതുപോലെ തന്നെ ഈ അല്പസമയം കഴിഞ്ഞിട്ടാണ് ഈ യുവാവിനെയും കാണാതായതായി മനസ്സിലാക്കുന്നത്. ആ സമയത്തൊന്നും യുവാവിനെ വിളിച്ചിരുന്നില്ല. കാരണം പെൺകുട്ടി മിസ്സായത് മാത്രമാണ് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. 8 മണിക്ക് ശേഷം ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ ഫോൺ ഓഫ് ആയതോടൊപ്പം തന്നെ ഈ യുവാവിന്റെ ഫോണും ഓഫ് ആയതായി മനസ്സിലാക്കുന്നു. അല്പസമയം, അതായത് ആ ദിവസത്തിന്റെ അവസാനമാകുമ്പോഴാണ് ഈ യുവാവിനെയും കാണാതായതായി മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ഇവരുടെയും മൊബൈൽ ഫോൺ ശ്രീ ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മാസത്തിനടുത്തായി പെൺകുട്ടിയെ അതേപോലെ തന്നെ യുവാവിനെയും കാണാതായിട്ട് 26 ദിവസം മുൻപാണ് പെൺകുട്ടിയെയും യുവാവിനെയും കാണാതായത്. ആ ദിവസം അല്ലെങ്കിൽ കാണാതായ ദിവസം പെൺകുട്ടി ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയപ്പോഴും പെൺകുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.